മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത് 28/8/1998 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചോതിയാണ് നക്ഷത്രം. ചോതി 3-ാം പാദം. ഇടവ ലഗ്നം. 2-ൽ ഗുളികൻ, 3-ൽ കുജൻ ബുധൻ ശുക്രൻ, 4-ൽ സൂര്യൻ രാഹു, 5 ശൂന്യം, 6-ൽ ചന്ദ്രൻ, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ കേതു, 11-ൽ വ്യാഴം, 12-ൽ ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിരുന്നത്. ഇവിടെ ഒന്ന് ഇടവലഗ്നം, അധിപൻ ശുക്രൻ, 3-ൽ കർക്കടകത്തിലെ ശുക്രനെ പ്രത്യേകം കരുതണം നിൽക്കുന്നു. ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി, ലഗ്നാധിപനിലേക്ക് 2-ാമത്തെ ദൃഷ്ടി. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ലഗ്നാധിപനാണ്, വിവാഹകാരക ഗ്രഹവുമാണ് ശുക്രൻ. 1. 2 പ്യൂർലി 7-ാം ഭാവാധിപൻ കുജൻ, ശക്തനായ കുജൻ കർക്കിടകത്തിൽ നീചനായി നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയും രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടിയും. ഗുളികനാകട്ടെ നീചനായി നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടിയിൽ നിന്നുകൊണ്ടാണ് തൻ്റെ 2-ാം ദൃഷ്ടി ലഗ്നാധിപനിലേക്കും 7-ാം ഭാവാധിപനിലേക്കും കൊടുക്കുന്നത്. ഇവിടെ കുജൻ നീചനാണ്, ഉപരി ബുധൻ എന്ന ശത്രുവും 7-ാം ഭാവാധിപനോടൊത്തുണ്ട്. അവിടെ വിവാഹകാരകനുണ്ട്. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും മാത്രമേ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് ഇത്തരം ആളുകൾ പോകാവൂ. അതല്ല എങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുടെ ശതമാനം 100% തന്നെയാണ്. വളരെ ടഫാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട്, 5-ാം ദൃഷ്ടി നിലനിൽക്കെ തന്നെയാണ് 100% ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം, ഗൗരവം എത്രയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനിലയാണത്. പൊതുവേ 7-ാം ഭാവാധിപൻ പ്രത്യേകിച്ചും കുജൻ നീചനായിട്ട് നിൽക്കുകയും ലഗ്നാധിപൻ അത് ശുക്രൻ കർക്കടക ശുക്രനായി 3-ൽ നിൽക്കുകയും ഗുളികൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരികയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ ചേരുന്ന ഗ്രഹനിലകളാണ് എന്ന് ഉറപ്പാക്കി, ചേർന്നാൽ തന്നെയും ആ വ്യക്തി എന്താണെന്ന് പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നവരാണ് എന്നൊരു ധാരണ തോന്നിയാൽ മാത്രമേ ഇത്തരം ആളുകൾ വിവാഹത്തിലേക്ക് നടക്കാവൂ. പിന്നെ മാത്രവുമല്ല, ഇത്തരം ആളുകൾക്ക് വിവാഹം ഉറച്ചു കിട്ടാനും അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ചേരുന്ന ഗ്രഹനിലകൾ എടുക്കാൻ ഒരല്പം ടഫ്നെസ് നോർമൽ കേസിൽ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചിട്ടം പടിയായി നടത്തിയെങ്കിൽ മാത്രമേ അത് അനുകൂലത്തിൽ വരികയുള്ളൂ. വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയെ നമ്മൾ കാണേണ്ടുന്നത്. വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടിയിലൂടെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ എടുക്കേണ്ടുന്ന രീതിയിൽ ആ ചിട്ടം പടിയിൽ എടുത്തു പോയി കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത, പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അല്ലാതെ ഒന്നും ചെയ്യാതെ കൃത്യമായിട്ട് കല്യാണം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അബദ്ധങ്ങൾ പറ്റാനുള്ള, എന്ന് വെച്ചാൽ ചേർക്കാൻ പറ്റാത്ത ഗ്രഹനിലകളായിരിക്കും ഇത്തരക്കാർക്ക് ഏറിയ പങ്കും ചേർന്ന് വരുന്നത്. അത് ചേർത്ത് വയ്ക്കുകയും ചെയ്യും. അന്ന് തൊട്ട് തന്നെ ബുദ്ധിമുട്ടുകൾ തുടങ്ങുകയും ചെയ്യും. ഏതൊരു വിവാഹ മോചനത്തിൻ്റെയും ആദ്യ ഘട്ടമെന്ന് പറയുന്നത് തർക്കങ്ങളാണ്. ഈ തർക്കങ്ങൾ പരിഹാരമില്ലാതെ തുടരുമ്പോഴാണത് പിന്നീട് വലിയ വലിയ അന്തഛിദ്രങ്ങളിലേക്ക് മാറുന്നത്. ഏതൊരാളുടെ കാര്യത്തിലും. അല്ലാതെ ഒരു കാര്യവുമില്ലാതെ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഡിവോഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ വിവാഹമോചനമാവാമെന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഈ തർക്ക സാധ്യതയാണ്. ഇവിടെ ഈ കുജനൊക്കെ 7-ാം ഭാവാധിപത്യം വഹിച്ച് നിന്ന് കഴിഞ്ഞാൽ തർക്ക സാധ്യത കൂടും. കുജൻ തർക്കം നടത്തുന്ന ഗ്രഹങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള കട്ടി സ്വഭാവം വളരെ കൂടുതലുള്ള ഗ്രഹമാണ് കുജൻ. അത് കർക്കിടകത്തിൽ നീചനായിട്ട് നിന്നു കഴിഞ്ഞാൽ, അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ, അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ, ഗുളികനാവട്ടെ നീചനായിട്ടുള്ള 12-ൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ഏറ്റിട്ടാണ് അത് 2-ലേക്ക് ദൃഷ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ പവർ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ആഘാതം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ചിന്തിക്കാം, പറയാം, പ്രവർത്തിക്കാം. അതിൻ്റെ ഫലമായി വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥിരമായോ അല്ലാതെയോ നിലനിൽക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. ഇത്തരം ഗ്രഹനിലകളോട് ഗ്രഹനില ചേർക്കുന്നതാണ് ക്രൂഷ്യൽ പാർട്ട്, നിർണായക കാര്യം എന്ന് പറയുന്നത്. അത് ഒരു 75% കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹനിലയാണ് ചേർക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ വ്യക്തി എന്താണ് എന്ന് അറിയുക. അവിടെയും
അനുകൂലമാണ് എന്ന് തോന്നിയാൽ മാത്രം വിവാഹത്തിലേക്ക് പോവുക. അതല്ലാത്ത പക്ഷം ആലോചിച്ചു മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ഒരബദ്ധം പറ്റാനുള്ള സാധ്യതയെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ കൂടെ സ്വയം വിചാരിച്ച് ഈ ലഗ്നത്തിലേക്കൊക്കെ ഗുളികൻ്റെയൊക്കെ ദൃഷ്ടി നിന്ന് കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടുന്ന കാര്യം ചിന്തിക്കേണ്ടുന്ന രീതിയിൽ ചിന്തിക്കേണ്ടുന്ന സമയത്ത് ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളതിനെ ക്രോസ് ചെയ്ത് മറികടന്ന് പോകും. നമ്മളതിൻ്റെ ശ്രദ്ധയിൽപ്പെടില്ല. അപ്പോൾ ഗുളികനൊക്കെ കൃത്യമായിട്ട് ധനസ്ഥാനത്തൊക്കെ വാക്കിൻ്റെ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഗുളികൻ കൃത്യമായി പരിഹാരം ചെയ്യുക. ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ആ അറിവ് അല്ലെങ്കിൽ ആ ശ്രദ്ധയിൽപ്പെടുക എന്ന് പറയുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം നമ്മളിലേക്ക് കിട്ടത്തുള്ളൂ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടാണ്. മാത്രവുമല്ല 5ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹമാണ് ഇവിടെ ബുധൻ, അറിവിൻ്റെ കാരകൻ. നിൽക്കുന്നത് ശത്രുവായ നീചനായ കുജനോടത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്, രാഹുവിൻ്റെയും ദൃഷ്ടിയിലാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാം, ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാകാം, ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടാകാം. അതല്ല എങ്കിൽ എന്താണോ ആവശ്യമില്ലാത്ത കാര്യം അതിലേക്ക് മനസ്സ് നയിക്കപ്പെടാം. ഒരു ലൂപ്പ് പോലെയൊക്കെ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ച് എത്തിക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന മറുകൃതി കൃത്യമായിട്ട് പരിഹാരം നേരത്തെ കൂട്ടി തന്നെ എടുത്തു പോയാൽ നല്ലത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രാഹുദശയിൽ ജനിച്ചു. ചോതിയാണ് നക്ഷത്രം. 2006 വരെ രാഹു, അതിനുശേഷം ഗുരു 2022 വരെ, അതിനുശേഷം ശനി 2041 വരെ 12ൽ നിൽക്കുന്ന നീചനായി നിൽക്കുന്ന രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദശ തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ശനി എന്ന് പറയുന്നത്. അപ്പോൾ 2041 വരെയാണ് ശനിദശ ഉള്ളത്. അതിനുശേഷം ബുധൻ 2058 വരെ, ശേഷം കേതു 7 കൊല്ലം 2065 വരെ, ശേഷം ശുക്രൻ, സൂര്യൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശനിയിൽ ബുധനാണ് 7/9/2025 തൊട്ട് 17/5/2028 വരെ. ബുധൻ എന്ന് പറയുമ്പോൾ 5ാം ഭാവാധിപനാണ്. അത് കർക്കിടകത്തിൽ നിൽക്കുന്ന കുജനോടൊത്ത് ശുക്രനോടൊത്ത് രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. തെറ്റിദ്ധാരണകളിൽ പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടിയ സമയമാണ്. ശരിയല്ലാത്ത കാര്യങ്ങളെ മുന്നിലെത്തുമ്പോൾ ശരിയാണെന്നുള്ള ധാരണ വരുത്തിക്കാം. പക്ഷേ അത് ജാഗ്രതയില്ലാതെ ശ്രദ്ധയില്ലാതെ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ഏത് കാര്യമാണെങ്കിലും അത് ബുദ്ധിമുട്ടിലേക്ക് നയിക്കാനുള്ള സന്ദർഭം സാഹചര്യം ഒക്കെ കൂടിയ ഒരു സമയമാണ് ഈ ബുധൻ അപഹാരം അല്ലെങ്കിൽ ബുധൻ്റെ അപഹാരം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തിടുക്കം കാണിക്കാതിരിക്കുക. വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ കൃത്യമായി തന്നെ ചെയ്യുക. പ്രാക്ടിക്കലി വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുക്കുക. ഇത്തരം സമയങ്ങളെയൊക്കെ അല്പം ജാഗ്രതയോടെ ശ്രദ്ധയോടെയൊക്കെ തന്നെ ഏതൊരാളെ സംബന്ധിച്ചും ഗ്രഹങ്ങൾ ഈ ഒരു പൊസിഷനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. എളുപ്പമല്ല, ഒരൽപ്പം ടഫ് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതലുകളും എടുത്താലേ അതിജീവനം സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.